സുഹൃത്തുക്കളെ, മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു കിഡിലൻ ട്രയൽസ് അനൗൺസ് ചെയ്യാൻ പോവാണ്. നമ്മളെ AC മിലാൻ കേരള ഫുട്ബോൾ അക്കാഡമിന്റെ ട്രയൽസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, എവിടെ വെച്ചാണ് ട്രയൽസ് നടക്കുന്നത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് ട്രയൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ എന്താണ് AC മിലാൻ അക്കാഡമിന്റെ പ്രത്യേകത, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇതൊരു ബിഗ് ചാൻസ് ആണ്. ഈ ട്രയൽസ് നടത്തുന്നത് AC മിലാനാണ്. അതുകൊണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ സുഹൃത്തുക്കളുടെ മക്കൾക്കോ കുടുംബക്കാർക്കോ ആർക്കോ ഉപകാരപ്പെടുന്ന വെച്ചാൽ കാണിച്ചു കൊടുക്കുക. ഈ ഒരു ചാൻസ് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന ചാൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് AC മിലാൻ അക്കാഡമി എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ AC മിലാൻ എന്ന് പറഞ്ഞ ക്ലബ്ബ് മിക്കവാറും എല്ലാ വർഷങ്ങളിലും ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഇബ്രാഹിമോവിച്ച്, റൊണാൾഡീനിയോ, നെസ്റ്റ, അതുപോലെ തന്നെ ഗട്ടൂസ, മൽഡീനി ഇവരൊക്കെ കളിച്ച വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ ജെയിൻസ്, ആ ക്ലബ്ബാണ് ഇവിടെ കേരളത്തിൽ ട്രയൽസ് നടത്തുന്നത്. ഈ അക്കാഡമി എന്ന് പറയുന്നത് ഇറ്റാലിയൻ ക്ലബ്ബായ AC മിലാനെ ആദ്യമായിട്ട് ഏഷ്യയിൽ ഡയറക്റ്റ് നടത്തുന്ന റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമിയാണ്. ഇന്ന് വരെ കേരളത്തിൽ എന്നല്ലോ പറയുന്നത്, കേരളത്തിലോ ഇന്ത്യയിലോ ഏഷ്യയിലോ ഇന്ന് വരെ AC മിലാന്റെ ഒരു ഡയറക്റ്റ് അക്കാഡമി, റെസിഡൻഷ്യൽ അക്കാഡമി ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രയൽസ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ പല അക്കാഡമികളും ഉണ്ടാവും, ഫോറിൻ കോച്ചസ് ഒക്കെ വന്നിട്ട് നടത്തുന്ന അക്കാഡമികൾ. പക്ഷേ ഈ അക്കാഡമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ AC മിലാൻ ഒഫീഷ്യലായിട്ട് അവരുടെ അക്കാഡമി കോച്ചായ ആൽബർട്ടോയെ ഡയറക്റ്റ് നിയമിച്ചിട്ടാണ് കേരളത്തിലെ AC മിലാൻ അക്കാഡമി നടത്തുന്നത്. എന്ന് വെച്ചാൽ ഇതിന്റെ ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്നത് AC മിലാന്റെ ഒഫീഷ്യൽ കോച്ചാണ്. അതിന് കൂടെ നമ്മളെ കേരളത്തിലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കോച്ചസ് കൂടെ ഉണ്ട്. അസിസ്റ്റ് ചെയ്യുന്നത് ബി ലൈസൻസ്ഡ് ആയിട്ടുള്ള അബ്ദുറഹ്മാനാണ്. ഒരുപക്ഷെ അബ്ദുറഹ്മാന്റെ പേര് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഉറപ്പ് തരുന്നു, വരുന്ന വർഷങ്ങളിൽ കേരളത്തിൽ മുഴങ്ങി കേൾക്കാൻ പോകുന്ന, കേരള ഫുട്ബോൾ കോച്ചിങ്ങിൽ കേൾക്കാൻ പോകുന്ന ഒരു വലിയ പേര് തന്നെയാവും അബ്ദുറഹ്മാന്റെ പേര്. അപ്പോൾ ഒരു ഹെഡ് കോച്ചായിട്ട്, അതുപോലെ തന്നെ വേറെ 3 കോച്ചസ് ഉണ്ട്, എല്ലാവരും ഞാൻ പരിചയപ്പെടുന്നില്ല. അതിന് പുറമെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചസ് ഉണ്ടാവും, ഗോൾ കീപ്പിംഗ് കോച്ചസ് ഉണ്ടാവും. ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിലുള്ള കോച്ചിങ് സ്റ്റാഫുകൾ വെച്ച് തന്നെയാണ് ഈ അക്കാഡമി മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിനുള്ള ഇതിന്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു, ഇതൊക്കെയാണ് ഇതിന്റെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇത്രയും ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള കിഡിലൻ ഫെസിലിറ്റിയാണ് ഇതില് ക്യാമ്പ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പഠനത്തിന്റെ കാര്യം നമുക്കറിയാലോ, കേരളത്തിലാണെങ്കിൽ പഠനം നിർബന്ധമാണ് കളിയുടെ കൂടെ, കളി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സ്കൂളിംഗ് ആവട്ടെ, കോളേജ് ആവട്ടെ, ഒക്കെ ഒരു ക്യാമ്പസിൽ, MMO ക്യാമ്പസിൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റികളും സെലക്റ്റഡ് ആവുകയാണെങ്കിൽ കിട്ടും. അപ്പൊ ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിച്ചാൽ പറ്റും. അത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഈ ഒരു ക്ലബ്ബ് ഡിസ്ട്രിക്ട് ലെവൽ ടൂർണമെന്റുകളിൽ പങ്കെടുക്കും, സ്റ്റേറ്റ് ടൂർണമെന്റുകൾ ഉണ്ടാവും, നാഷണൽ ലെവൽ ഉണ്ടാവും, പുറമെ ഇന്റർനാഷണൽ ടൂർണമെന്റുകൾ ദുബായിലും അതുപോലെ തന്നെ ഇറ്റലിയിലൊക്കെ ഉണ്ടാവാം. ദുബായിലും അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് പല സ്ഥലത്തും ടൂർണമെന്റുകളിലൊക്കെ പങ്കെടുക്കുക. ഇതൊക്കെ കുട്ടികൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഇപ്പോൾ റിലയൻസ് അക്കാഡമിനെ കുറിച്ച് പറയുന്നത് പോലെ റിലയൻസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ റിലയൻസിനോട് കിടപിടിക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 അക്കാഡമികളിൽ ഒന്നായിട്ട് മാറാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരു അക്കാഡമിയാണ്. നിങ്ങളെ കുട്ടികളിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കിന് ഇന്ത്യയിലെ ഏതെങ്കിലും ISL ക്ലബിലോ അല്ലെങ്കിൽ ടോപ്പ് I ലീഗ് ക്ലബിലോ ഒക്കെ ആയിട്ട് കളിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഡയറക്റ്റ് കോൺട്രാക്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അത്രയും വലിയ ഒരു എയിം തന്നെയാണ് ഈ ഒരു അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും പറ്റുന്ന ആളുകളൊക്കെ ഈ ട്രയൽസിൽ പങ്കെടുക്കാം. ഈ ട്രയൽസിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആകെ ചെലവ് വരുന്നത് ഒരു 250 രൂപ മാത്രം. ഈ 250 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി ഗ്രൗണ്ടിൽ പോയിട്ട് ഞാനും സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റില്ല, മുന്നേ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിനും പ്രത്യേകമായ രജിസ്ട്രേഷനുകൾ ഉണ്ട്. അപ്പോൾ എന്തായാലും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇനി ഇത് രജിസ്റ്റർ ചെയ്യാൻ അറിയില്ല എങ്ങനെയെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകണ്ട. അത് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അത് അറിയുന്നവർ നിങ്ങളെ കൂട്ടത്തിലില്ല എങ്കിൽ നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോകണ്ട. കാരണം ഇത് ബുദ്ധിയില്ലാത്തവർക്ക് പറഞ്ഞ കളിയല്ല ഫുട്ബോൾ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് കൃത്യമായ ഡേറ്റിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ നിങ്ങൾക്ക് ഈ MMO കോളേജ് ഗ്രൗണ്ടിൽ പോയിട്ട്, ഈ AC മിലാൻ അക്കാഡമിന്റെ ഗ്രൗണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ട്രയൽസിൽ പങ്കെടുക്കാം. ഓക്കെ, ഇനി ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 2008, 2009 വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾ, അതുപോലെ തന്നെ 2010, 11 വർഷങ്ങളിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. ഓക്കെ,
ഒന്നുകൂടി കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂ. 2008, 2009 ഒരു ബാച്ച്, 2010, 2011 മറ്റൊരു ബാച്ച്. ഇനി എത്ര ആൾക്ക് സെലക്ഷൻ കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ക്ലബ്ബ് ഒരു സ്റ്റാൻഡേർഡ് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര കുട്ടികളെ തയ്ക്കാൻ വേണ്ടിയിട്ട് 10 ആളെടുക്കും, അല്ലെങ്കിൽ 20 ആളെടുക്കും, 30 ആളെടുക്കും, അങ്ങനെ ഒരു കണക്കൊന്നും പറയുന്നില്ല. ക്ലബ്ബ് ഒരു ഈ ഏജിലുള്ള ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കണക്കാക്കുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ 10 കുട്ടികളെ വരുന്നെങ്കിൽ 10 കുട്ടികളെ എടുക്കും. ഇനി 20 ആണെങ്കിൽ 20 എടുക്കും, ഒരുപക്ഷെ 30 ആവാം. അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. ഇനി ഇതിൽ പങ്കെടുക്കാനുള്ള ഡേറ്റ് എന്തൊക്കെയാന്നുള്ളത് അങ്ങനെ കണ്ടോളൂ. ഇതിനനുസരിച്ച് ഓരോ ജില്ലക്കാരും അതാത് ജില്ലക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് അനുവദിച്ച സമയത്തേക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ആദ്യം നടക്കുന്നത് കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. ഡേറ്റ് കണ്ടല്ലോ. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുക്കത്ത് വെച്ചിട്ട് ആദ്യത്തെ ട്രയൽസ് നടക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വയനാട്, കോഴിക്കോട് ജില്ലകളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നാളെ, അതായത് വെള്ളിയാഴ്ച കംപ്ലീറ്റ് ആകാൻ പോവാണ്. ഓക്കെ, ചില ജില്ലകളുടെ പേര് ഈ ലിസ്റ്റിൽ കാണൂല. ഉദാഹരണത്തിന് കൊല്ലം എന്നാണ് സെലക്ഷൻ എന്നുള്ളത് ഈ ലിസ്റ്റിലില്ല. അങ്ങനത്തെ ജില്ലക്കാർക്ക് തൊട്ടടുത്ത ജില്ലയിൽ എന്നാണോ സെലക്ഷൻ, ആ ഡേറ്റിൽ സെലക്ഷനിൽ പങ്കെടുക്കാം. അതിന് കണക്കാക്കി രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇനി അഥവാ നിങ്ങളുടെ ജില്ലയിലെ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയുടെ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ട്രയലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ AC മിലാൻ കേരള ഫുട്ബോൾ അക്കാഡമി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കയറി നോക്കാം, അല്ലെങ്കിൽ നമ്മളെ പേജിൽ കയറിയാലും മതി. നമ്മളെ പേജിൽ ഇത് മാത്രമല്ല, ഇതുപോലുള്ള സെലക്ഷൻസിന്റെയും അതുപോലെ തന്നെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒന്നുകിൽ നമ്മളെ യൂട്യൂബ് ചാനൽ മൈ ഗെയിം എന്നുള്ള യൂട്യൂബ് ചാനലിൽ കയറാം, ഫേസ്ബുക്ക് പേജിൽ കയറാം, അല്ലെങ്കിൽ മൈ ഗെയിം 20 എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ കയറാം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കുള്ള മോട്ടിവേഷൻ. ഓക്കെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് 4/1/2024 അപ്പൊ 5-ാം തീയതി ക്ലോസ് ആവും. എത്രയും പെട്ടെന്ന് അറിയിക്കാനുള്ള ആളുകളൊക്കെ അറിയിക്കുക, കൂടുതൽ ആളുകളിലേക്ക് വിവരം പങ്കുവെക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇതിൽ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും കുറെ കുട്ടികളെ സെലക്ട് ചെയ്യും. പിന്നെ ഈ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തില്, ഒരുപക്ഷെ ഫെബ്രുവരി അവസാനത്തിലൊക്കെ ആയിരിക്കാം, ഫെബ്രുവരി മാസത്തില് ഒരു റെസിഡൻഷ്യൽ ട്രയൽസ് വെക്കും. അതായത് നമ്മളെ AC മിലാൻ അക്കാഡമിന്റെ ഗ്രൗണ്ടിൽ പോയി നിങ്ങൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് 4 ദിവസം താമസിച്ച് നിങ്ങളുടെ എല്ലാ എബിലിറ്റി നോക്കിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹൈ ക്ലാസ് ട്രെയിനിങ് ആണ്, ഹൈ ക്ലാസ് കോച്ചിങ് ആണ്. എന്ന് വെച്ചാൽ മോഡേൺ ട്രെയിനിങ്, മോഡേൺ എക്യുപ്മെന്റ്സ്, പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിനൊക്കെ കിടിലൻ എക്യുപ്മെന്റ്സുകളൊക്കെ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള മോഡേൺ ട്രെയിനിങ്ങുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വെച്ചോളൂ. നിങ്ങൾക്ക് സ്വയം പോകാൻ പറ്റുന്നവരാണെങ്കിൽ പോയിക്കോളൂ. നിങ്ങൾ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ പിന്നീട് AC മിലാന്റെ അക്കാഡമി പ്ലെയർ ആണ് നിങ്ങൾ. ISLലേക്കുള്ള ഏറ്റവും അടുത്ത ചുവടിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. മാത്രമല്ല ഇറ്റാലിയൻ എക്സ്പീരിയൻസ് ഒക്കെ, അതായത് മിലാൻ എക്സ്പ്ലോഷർ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. ഒരുപക്ഷെ നിങ്ങൾ പൈസ കൊടുത്ത് ചിലപ്പോൾ AC മിലാൻ ക്ലബിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാം. പക്ഷെ അതിൽ തന്നെ മിടുക്കന്മാരായ കുട്ടികൾക്ക് അതിനും സ്കോളർഷിപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടില്ല, ഫൈനൽ റൗണ്ടിലാണ് നിങ്ങൾ പുറത്താകുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ക്വാളിറ്റി നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പകുതി സ്കോളർഷിപ്പ് തരും, ചിലപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്തായാലും വരുന്ന വിവരങ്ങളൊക്കെ, ഭാവിയിൽ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ബാക്കി അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സെലക്ഷനിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിന് മുന്നൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് നമ്മളെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ.